ഇസ്രയേലിലെ കൂട്ടക്കൊലപാതകത്തിൽ മുതിർന്ന ഹമാസ് നേതാക്കൾക്കെതിരെ അമേരിക്ക കുറ്റപത്രം സമർപ്പിച്ചു എന്ന വാർത്തയുമായിട്ടാണ് മധു വരുന്നത്. തീവ്രവാദം, ഗൂഢാലോചന, കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലപാതകങ്ങൾക്കും അക്രമത്തിനും എതിരെയുള്ള കുറ്റപത്രമാണ് അമേരിക്ക സമർപ്പിച്ചത് എന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നത്. മുതിർന്ന 6 ഹമാസ് നേതാക്കൾക്കെതിരെയാണ് ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. പ്രധാനമായും 7 കുറ്റങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. തീവ്രവാദം, ഗൂഢാലോചന, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള കൂട്ടക്കൊലപാതകം, അതുപോലെ US പൗരന്മാരെ കൊലപ്പെടുത്തിയ സംഭവം തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന കുറ്റങ്ങളായിട്ട് ചുമത്തിയിരിക്കുന്നത്. ഹമാസിന്റെ തലവനായ യഹ്യ സിൻവർ ആണ് ഒക്ടോബർ 7-ന് നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് അമേരിക്ക ഇതിൽ ആരോപിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി ഹമാസ് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ പറ്റി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എങ്കിലും ഈ കുറ്റപത്രത്തിൽ കൂടുതലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന കൂട്ടക്കൊലപാതകത്തെ പറ്റി തന്നെയാണ്. ആയുധധാരികൾ സ്ത്രീകളെ പീഡിപ്പിച്ചെന്നും ബലാത്സംഗം ചെയ്തെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇതുവരെ ഉള്ള ഒരു കണക്കുകൾ പ്രകാരം 43-ലധികം US പൗരന്മാരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴും 10ഓളം പൗരന്മാർ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. കുറ്റപത്രം സംബന്ധിച്ച ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോഴാണെങ്കിലും ഈ കുറ്റപത്രം സമർപ്പിച്ചത് 2024 ഫെബ്രുവരി 1-നാണ്. ടെഹ്റാനിലെ ഇസ്മയിൽ ഖനിയയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ കുറ്റപത്രത്തിലെ വിവരങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കേണ്ട, അത് പുറത്തുവിടാമെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നതും. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായ ഇസ്മയിൽ ഖനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന യഹ്യ സിൻവാർ അതിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സിൻവാർ 22 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പരസ്പരം കുറ്റവാളികളെ കൈമാറുന്ന ഒരു കരാറിലൂടെയാണ് ഇസ്രയേലിൽ നിന്ന് 2011-ൽ മോചനം നേടുന്നത്. എസ്കെനെ, കഴിഞ്ഞ ദിവസം ഹമാസ് തടങ്കലിൽ ഇസ്രയേൽ വംശജനായ ഒരു അമേരിക്കൻ പൗരൻ ഹെഷ് ഗോൾബർഗ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ഈ സംഭവത്തിൽ വലിയ വില കൊടുക്കുമെന്ന് അന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഇപ്പം ഈ കുറ്റപത്രത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. എസ്കെൻ. താങ്ക് യു മധു കൊട്ടാരക്കര. ഒരു കാര്യം, നമ്മുടെ ആ ഷിക്കാഗോയിലൊരു വടംവലി മത്സരം നടന്നു. അത് വലിയ തുകയാണ്. അപ്പോൾ അത് എപ്പോൾ സംപ്രേഷണം ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. എസ്കെനെ, ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് നടക്കുന്ന ഏറ്റവും വലിയ വടംവലിയാണ്. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത 10ാമത് വടംവലിയായിരുന്നു. ശരിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്ന എന്ന അവസാന നിമിഷം അദ്ദേഹം മാറി ഫ്രാൻസിസ് ജോർജ് MP ആണ് വന്നത്. ഇത് സംബന്ധിച്ചുള്ള സംപ്രേഷണം നമ്മുടെ ഇന്റർനാഷണൽ ബുള്ളറ്റിൻ ഗൾഫ് ഫോക്കസിൽ ഇന്ന് കൊടുക്കുന്നതായിരിക്കും. എസ്കെൻ, നമ്മളെ ഈ വടം വലിക്കാനായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതാപിനെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. പ്രതാപ് അവിടെ കിടന്ന് ഷിക്കാഗോയിൽ കിടന്ന് വലിക്കുന്നതാണ് കേട്ടത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.